വി ഡി സതീശന്റെ വിമർശനത്തിനെതിരെ റിയാസ് രംഗത്തെത്തി. സ്വന്തം പാർട്ടിയിൽ നിന്ന് അംഗീകാരം ലഭിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന് ഈഗോ ആണെന്ന് റിയാസ് തുറന്നടിച്ചു. ബിജെപിയുടെ പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് സതീശന്റെ പെരുമാറ്റമെന്നും റിയാസ് പറഞ്ഞു. ഒരു ബിജെപി പ്രതിപക്ഷ നേതാവിനെ പോലെ വളരെ ബോധപൂർവം ബിജെപി ആഗ്രഹിക്കുന്നത് പോലെ കേരള നിയമസഭയെ കൊണ്ടുപോകാനും ബിജെപി ഉദ്ദേശിക്കുന്നത് പോലുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം ഏറ്റെടുത്തു പോകാനുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നത്. ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തെ നിരവധി പേർ ജീവൻ കൊടുത്ത്, നിരവധി പേർ ഒരുപാട് ത്യാഗം സഹിച്ച്, അതൊന്നും പ്രതിപക്ഷ നേതാവിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജീവിതത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ജയിൽവാസം ഒരു ദിവസം ഒരു 30 മിനിറ്റ് പോലും അനുഭവിക്കാത്ത വ്യക്തിക്ക് രാഷ്ട്രീയ ത്യാഗം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയുന്നത് 30 കൊല്ലം MLA ആയിരുന്നു, ഊണിലും ഉറക്കിലും സഭയിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെയൊന്നും അറിയില്ല. അദ്ദേഹത്തെ കണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വൈകുന്നേരം ഗുഡ് ഈവനിംഗ് പറഞ്ഞാൽ മാത്രമേ മന്ത്രിപ്പണി എടുക്കാൻ വേണ്ടി പറ്റൂ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ അലമാറയിൽ അത് പൂട്ടിവെക്കുന്നതാണ് നല്ലത്. പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച മന്ത്രി പി രാജീവ് എന്തിനാണ് കുടുംബത്തെ വലിച്ചിഴയ്ക്കുന്നതെന്നും ഏത് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും രാജീവ് ചോദിച്ചു. മന്ത്രി റിയാസിനെതിരായ പരാമർശത്തിലാണ് വിമർശനം. തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ് വി ഡി സതീശന്റേതെന്നും രാജീവ് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിനെ പോലൊരാൾ എന്തിനാണ് പെട്ടെന്ന് കുടുംബത്തെ വലിച്ചു കൊണ്ടുവരുന്നത്? നമ്മൾ ഏത് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? കുടുംബ മാനേജ്മെന്റ് കോട്ട, കുടുംബത്തിന്റെ അജണ്ട, ഇതൊന്നും കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ഒരു കാലത്തും പ്രയോഗിക്കാത്ത രീതികളാണ്. ഇവിടെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുകളാണ്, ജനങ്ങളുടെ അംഗീകാരത്തോടെ വന്നവരാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഭാഗമായതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്നവർ നിങ്ങളെല്ലാവരും കാണുന്നതാണല്ലോ. പക്ഷെ ഇത്രമാത്രം തരംതാണ ഒരു രീതിയിലേക്ക് എന്തിനാണ് അദ്ദേഹം പോകുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ബഹുമാനിയായ മന്ത്രി വീണ ജോർജ് അവരെത്രയോ തവണ എഴുന്നേറ്റു. പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്താൻ ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിനാണ് ഞങ്ങളെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ വഴങ്ങല്ലേ വേണ്ടത്. വഴങ്ങിയാൽ അതിനുള്ള മറുപടി കിട്ടുമല്ലോ, അദ്ദേഹത്തിന് വിസ്തീരിക്കാമല്ലോ. ഇപ്പൊ കഴിഞ്ഞതിൽ ഞാൻ എഴുന്നേറ്റു വഴങ്ങിയില്ല, MP രാജേഷ് അതിനുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് വഴങ്ങിയില്ല, ആരോഗ്യവകുപ്പ് മന്ത്രി പലതവണ എഴുന്നേറ്റ് വഴങ്ങിയില്ല, സജി ചെറിയാൻ എഴുന്നേറ്റ് വഴങ്ങിയില്ല, ബഹുമാനായ ശിവൻകുട്ടി മിനിസ്റ്റർ എഴുന്നേറ്റ് വഴങ്ങിയില്ല. സാധാരണ അങ്ങനെയല്ലോ, മന്ത്രിമാർ എഴുന്നേൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വഴങ്ങുക എന്നത് സാധാരണ രീതിയാണ്. ഞങ്ങളൊക്കെ പാർലമെന്റിലോ പ്രണബ് കുമാർ മുഖർജി വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊന്നും വഴങ്ങുന്നില്ല. അദ്ദേഹത്തിന് ചോദ്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം ഭയപ്പെടുന്നു? ഉത്തരങ്ങൾ മാത്രം കേട്ടാൽ മതിയോ? അപ്പൊ അത് വളരെ തെറ്റായ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങളും വളരെ തെറ്റാണ്.